السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാർ, റമദാനിലെ അവസാന പത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മഹത്തായ രാത്രിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനുള്ളത്, അതുപോലെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ലൈലത്തുൽ ഖദ്ർ. ഈ രാത്രി 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഖുർആൻ പ്രതിപാദിക്കുന്നു. ഇതോടൊപ്പം ഇഅ്തികാഫ് എന്ന വിശുദ്ധ ആരാധനയുടെ പ്രാധാന്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുത്ത ഒന്നായിരുന്നു ഇഅ്തികാഫ്. ഇന്ന് നമുക്ക് ആ ഒരു വിഷയത്തിന്റെ, ഈ ഒരു ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയുടെ മഹത്വവും ഇഅ്തികാഫിന്റെ ഗൗരവത്തെ കുറിച്ച് ഒന്ന് പരിശോധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. നാം ഖുർആനെ ഖദ്റിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. നിങ്ങൾക്കറിയുമോ ഖദ്റിന്റെ രാത്രിയുടെ മഹത്വം? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ 1000 ശഹർ. ഖദ്റിന്റെ രാത്രി 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ഖുർആൻ പൂർണ്ണമായും ലൈലത്തുൽ ഖദ്റിൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കപ്പെട്ടു. അതിനുശേഷം അത് 23 വർഷം കൊണ്ട് പല ഭാഗങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഴി വെളിപ്പെടുത്തി നൽകി. ഖുർആൻ അവതരിച്ചത് ഈ മഹാരാത്രിയായ ലൈലത്തുൽ ഖദ്റിലാണ്. അങ്ങേയറ്റ അനുഗ്രഹീതവും സമാധാനപൂർണവും പുണ്യങ്ങൾ നിറഞ്ഞൊരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അപ്പോൾ ലൈലത്തുൽ ഖദ്റിൽ വിശ്വാസത്തോടെ പ്രതിഫലം പ്രതീക്ഷിച്ച ഒരാൾ കർമ്മങ്ങൾ ചെയ്താൽ അവന്റെ മുൻപത്തെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കപ്പെടും. അപ്പൊ ഈ രാത്രിയെ കൃത്യമായി ആരാധനയിലൂടെ ചെലവഴിക്കുന്നവന് ഏകദേശം 83 വർഷം ദീർഘമായ ആരാധനയുടെ പ്രതിഫലം ലഭിക്കും. അപ്പൊ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇഅ്തികാഫ്. ഇഅ്തികാഫ് എന്നത് ജീവിതത്തിലെ എല്ലാ ഭൗതിക കാര്യങ്ങളും ഉപേക്ഷിച്ച് മസ്ജിദിൽ മാത്രം ആരാധനയ്ക്ക് സമർപ്പിക്കുന്ന ഒരു മഹാ അനുഷ്ഠാനമാണ് ഇഅ്തികാഫ്. അള്ളാഹുവിനോട് സമ്പൂർണമായി അടുക്കാനുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് അവസരം കൂടിയാണ് ഇഅ്തികാഫ്. വഅഹദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ തഹ്ഹിറ ബൈതിയ ലിത്വായിഫീന വൽആകിഫീന വറുക്അഇ സുജൂദ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞങ്ങൾ ഇബ്രാഹീമിനോടും ഇസ്മായിലിനോടും ഈ ഒരു ഭവനം കഅബ തീർത്ഥാടകരും അതോടൊപ്പം ഇഅ്തികാഫുകാരെ ശുദ്ധമാക്കുവാൻ ആജ്ഞാപിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽക്ക് തന്നെ കഅബയിൽ ഇഅ്തികാഫ് ഉണ്ടായിരുന്നു. അതായത് ഹുനഫാകൾ, ആ ഏകദൈവ ആരാധന പിൻപറ്റി വന്ന വറഖത്ത് ബിൻ ഔഫൽ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഹുനഫായങ്ങൾ കഅബയിൽ ഇഅ്തികാഫ് ഇരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ചരിത്ര ഗ്രന്ഥങ്ങളിൽ. അപ്പൊ ഇഅ്തികാഫിന്റെ പ്രാധാന്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, മൻ ഇഅ്തഖഫ അശറൻ ഫീ റമളാന കാന കഹജ്ജതൈനി വഉംറതൈനി. റമളാനിൽ അവസാന 10 ദിവസത്തെ ഇഅ്തികാഫ് 2 ഹജ്ജും 2 ഉംറയും ചെയ്തതിന്റെ തുല്യമായ പ്രതിഫലം നൽകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ചെയ്യുന്ന രീതികൾ ഒന്ന് പരിശോധിക്കാം. അവസാനത്തെ 10 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ തങ്ങിയിരുന്നു. ഖുർആൻ, അതുപോലെ തന്നെ ദുആ, ഇസ്തിഗ്ഫാർ, ദിക്ർ എന്നിവയിലേക്ക് മുഴുവൻ ശ്രദ്ധ നൽകിയിരുന്നു. ഏതെങ്കിലും അത്യാവശ്യത്തിന് മാത്രമാണ് മസ്ജിദിന് പുറത്തേക്ക് പോയിരുന്നത്. ഇഅ്തികാഫ് കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുമ്പോൾ
ഒരു വ്യക്തിക്ക് ഒരു ആത്മീയ ഉണർവ്, പുതിയൊരു തുടക്കം ലഭിച്ചതുപോലെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ കണ്ടെത്താൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പം ഐഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, റമദാനിലെ അവസാന 10 രാത്രികളിൽ ലൈലത്തുൽ ഖദർ നിങ്ങൾ തിരയുക എന്ന് ഐഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവസാന 10 രാത്രികളിൽ, പ്രത്യേകിച്ച് ഒറ്റയായ രാത്രികളിൽ ലൈലത്തുൽ ഖദർ നിങ്ങൾ അന്വേഷിക്കുക. ഇപ്പൊ പ്രധാനമായിട്ടും 21, 23, 25, 27, 29 രാത്രികളിലാണ് ലൈലത്തുൽ ഖദറിന് കൂടുതൽ സാധ്യത. എങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളും അതേപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ രാത്രികൾ കൂടുതലായി ഖുർആൻ പാരായണം, അതുപോലെ തന്നെ ദുആ, ദിക്ർ എന്നിവയിൽ നാം ഏർപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹദീസിൽ പഠിപ്പിച്ച ദുആ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ ക്ഷമാശീലനാണ്, ക്ഷമിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണമേ എന്നാണ്. റമദാനിലെ 20-ാം തീയതിക്ക് ശേഷം എല്ലാ ദിവസങ്ങളിലും ലൈലത്തുൽ ഖദർ നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പൊ ലൈലത്തുൽ ഖദറും ഇഅ്തികാഫിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ, അതായത് പൂർണ്ണ പാപമോചനം ലഭിക്കുകയാണ്, അതോടൊപ്പം ആത്മീയ ഉയർച്ച ലഭിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ആർജിച്ച അമലുകൾ 1000 മാസത്തെ ഒരു സമ്പാദ്യമായി അവന് ലഭിക്കും. ഇപ്പൊ ഇഅ്തികാഫ് ചെയ്യുന്നവന് 2 ഹജ്ജും അതുപോലൊപ്പം 2 ഉംറയും ചെയ്തതിന്റെ തുല്യമായ പ്രതിഫലവും ലഭിക്കും. അപ്പൊ നമ്മൾ തിരിച്ച് സീറയിലേക്ക് വരികയാണ്. അപ്പൊ സീറയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മക്കയിൽ അൽ അമീൻ, അതുപോലെ തന്നെ അസ്വാദിഖ് എന്ന പേരുകളിൽ അറിയപ്പെടുകയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സത്യസന്ധതയും വിശ്വാസ്യതയും കേട്ടറിഞ്ഞ അതിൽ ആകർഷിക്കപ്പെട്ട ഒരു പ്രമുഖ വ്യാപാരിയും ആ ഒരു സമുദായത്തിലെ ബുദ്ധിമതിയുമായ സ്ത്രീയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജ ബിന്തു ഖുവൈലിദ്. അപ്പൊ അവർ അത്യന്തം ബുദ്ധിമതിയായ ഒരു വ്യാപാരിയും മൂല്യബോധമുള്ള ഒരാളുമായിരുന്നു. അപ്പൊ അബ്ദുൽ ഉസ്സദിന്റെ മകനായ ഖുവൈലിദ് കുടുംബത്തിൽ ആണ് ഖദീജ റളിയല്ലാഹു അൻഹ പിറക്കുന്നത്. അപ്പൊ ആളുകളുടെ ഇടയിൽ അത്വാഹിറ, അതായത് ശുദ്ധിയുള്ളവൾ എന്ന വിശേഷണം ഏറ്റ ആളായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പൊ മക്കയിലെ പണക്കാരിയും അന്നത്തെ വിപണിയെയും നിയന്ത്രിച്ച ഒരു ഫേമസ് ആളായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പൊ അവരുടെ നിർഭാഗ്യകരമായ ആദ്യ വിവാഹങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ഒരു മുൻ വിവാഹത്തിൽ വിവാഹിതയായിരുന്നു, എന്നാൽ ഭർത്താവ് മരണപ്പെടുകയാണ്. പിന്നീട് ഇത്തിരി കാലം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾക്കൊപ്പം വിവാഹിതയായി. പക്ഷേ ആ ബന്ധവും ദൈർഘ്യമില്ലാതെ ഭർത്താവ് മരണപ്പെട്ടതോടെ അവസാനിക്കുകയാണ്. അപ്പൊ അതിനുശേഷം അവരൊരിക്കലും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ തന്റെ പിതാവിന്റെ ആ വാണിജ്യ പാരമ്പര്യത്തെ അവർ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി കാണാൻ സാധിക്കും. അതായത് ഖുവൈലിദിന്റെ മരണശേഷം മകളായ ഖദീജ റളിയല്ലാഹു അൻഹയാണ് ആ ഒരു വാണിജ്യ പാരമ്പര്യം നിലനിർത്തിയത്. അപ്പൊ അങ്ങനെ വ്യാപാര കച്ചവടം വലിയൊരു രീതിയിൽ നയിച്ച ഒരാളായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അത് സ്വന്തമായി തിരഞ്ഞെടുത്ത വിശ്വസ്തരായ ആളുകൾ വഴി കച്ചവടം നടത്തുമായിരുന്നു. അപ്പൊ മക്കയിൽ തന്നെ ഏറ്റവും സമ്പന്നരിൽ ഒരാളായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പൊ പ്രവാചകനെ സംബന്ധിച്ചും അവരുടെ കാതിൽ എത്തിച്ചേരുകയാണ്. അല്ലമീൻ എന്ന വിശേഷണമുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസ്യതയും സത്യസന്ധതയും അവർക്കും അവരുടെ ചെവിയിലും എത്തി. ഒരു നല്ല മനുഷ്യനാണെന്നും വഞ്ചനയില്ലാത്തവനാണെന്നും വാണിജ്യത്തിലെ നെറുകയിലേക്ക് ഉയരാൻ കെൽപ്പുള്ള ഒരുത്തനുമാണെന്നും ഖദീജ റളിയല്ലാഹു അൻഹ കേട്ടറിയുകയാണ്. അപ്പൊ മറ്റ് വ്യാപാരികൾ കള്ളക്കളികളും തന്ത്രങ്ങളും ഉപയോഗിച്ചെങ്കിലും ഈ ഒരു യുവാവ് വ്യത്യസ്തനാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ ഈ സത്യസന്ധതയും വിശ്വാസ്യതയും കേട്ടറിഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ കച്ചവടം കൈകാര്യം ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ്. അപ്പൊ അവർ പറയുകയാണ്, മുഹമ്മദ്, ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾ ഒരു വിശ്വസ്തതയുള്ള സത്യസന്ധനായ ആളാണ്. അപ്പൊ ഞാൻ എന്റെ കച്ചവടം കൈകാര്യം ചെയ്യാൻ ആളുകളെ നിയോഗിക്കുന്നു, പക്ഷെ പലരും മോശം പ്രവൃത്തികൾ നടത്തുന്നവരാണ്. അപ്പൊ എന്റെ കച്ചവടം അവഗണിക്കാതെ അതിന് മേൽനോട്ടം വഹിക്കാൻ താങ്കൾക്ക് സമ്മതമാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ വലിയ രീതിയിൽ കച്ചവടത്തിലൊന്നും ഏർപ്പെട്ട് പരിചയമില്ല. അപ്പൊ ഈ അവസരത്തിൽ അബൂതാലിബിനോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഇപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ വളരെ മാന്യതയും വലിയ ബിസിനസ്സുകാരിയുമാണ്. അപ്പൊ ഈ ഒരു അവസരം കച്ചവടത്തെ കുറിച്ച് പഠിക്കാൻ നിനക്ക് നല്ലതാണെന്ന് അബൂതാലിബ് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പൊ അങ്ങനെ ആദ്യത്തെ വ്യാപാര യാത്രയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ സ്വയം തന്റെ വിശ്വസ്ത ദാസനായ മൈസറയോട് നിർദ്ദേശം നൽകുകയാണ്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന യുവാവിനെ എന്റെ കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്കുള്ള യാത്രയിലേക്ക് അയക്കാൻ. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം, അതുപോലെ തന്നെ സംസാരം, ഇടപെടലുകൾ എല്ലാം ശ്രദ്ധിക്കാനും ആ ഒരു വിശ്വസ്തനായ ദാസന് മൈസറിന് നിർദ്ദേശം നൽകുകയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പൊ ഇതൊരു പരീക്ഷണം, ഒരു മഹാ അനുഭവമായിരുന്നു.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മൈസറയും അങ്ങനെ കൂടെ ഷാമിലേക്ക് പോവുകയാണ്. അപ്പൊ വ്യാജ വാഗ്ദാനങ്ങളില്ലാതെ ഒരു പൈസ പോലും അധികമായി വാങ്ങാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം നടത്തുകയാണ്. അപ്പൊ വിലയിടപാടുകൾ സ്പഷ്ടമായി നീതിയോടും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്യുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിൽപ്പന നടത്തുമ്പോൾ ഉൽപ്പന്നത്തിന്റെ ഗുണദോഷങ്ങൾ കൃത്യമായി വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യവസായം തികഞ്ഞ ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും മുന്നോട്ട് കൊണ്ടുപോയി. അതായത് അത്ഭുതകരമായ രീതിയിൽ ഷാമിൽ നിന്ന് മക്കയിലേക്ക് ഇരട്ടി ലാഭത്തോടെ ആ ഒരു കച്ചവട സംഘം തിരികെ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മൈസറയുടെ വാക്കുകളാണ്. മൈസറ അതിശയിച്ചു പോയി. അപ്പൊ ഞാൻ ഇതുവരെ ഇത്രയും സത്യസന്ധതയുള്ള ഒരാളെ കണ്ടിട്ടില്ല എന്ന് മൈസറ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വിഡ്ഢിത്തമോ ദുർബലതയോ കാണിച്ചിട്ടില്ല. ഒരു ഉൽപ്പന്നത്തിന് എത്രമാത്രം വില പറയണമെന്നതിലും എങ്ങനെ വില പേശണമെന്നതിലും തികച്ച ഭദ്രതയുണ്ടായിരുന്നു. അപ്പൊ മറ്റു വ്യാപാരികൾ തന്ത്രങ്ങൾ ഉപയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധതയും പരസ്പര വിശ്വാസത്തോടെയും മാത്രം കച്ചവടം നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഈ വിശ്വാസ്യതയും നല്ല സ്വഭാവം കേട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രവാചകനോട് ഒരു ആകർഷണം തോന്നുകയാണ്. അങ്ങനെ അവർ തന്റെ വിശ്വസ്ത സുഹൃത്തായ നഫീസ ബിന്ത് മുനിയെ സമീപിക്കുകയാണ്. അങ്ങനെ നഫീസ പ്രവാചകനുമായി സംസാരിക്കുകയാണ്. മുഹമ്മദ്, നിങ്ങൾക്ക് ഈ വിവാഹം ആലോചിക്കാൻ താല്പര്യമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുക, എന്നെയോ? അപ്പൊ എനിക്ക് അതിന് വേണ്ട ആവശ്യമായ സാമ്പത്തിക ശേഷി ഇല്ലെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ നഫീസ തിരിച്ചു പറയുകയാണ്, നിന്റെ ധനം നോക്കേണ്ട, ധാർമ്മികതയുടെയും സത്യസന്ധതയുടെയും കാര്യമാണ് പ്രാധാന്യം എന്ന് പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബമായിട്ട് ആലോചിക്കുകയാണ്. അപ്പൊ തന്റെ പിതൃ സഹോദരനായ അബൂ താലിബും അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹുമായി കൂടി സംസാരിച്ചു. അങ്ങനെ അബൂ താലിബ് പറയുകയാണ്, ഖദീജ വിശ്വസ്തയും ബുദ്ധിമതിയുമായ ഒരു സ്ത്രീയാണ്. അപ്പം ഈ ഒരു വിവാഹം അനുഗ്രഹീതമാണെന്ന് അബൂ താലിബ് അഭിപ്രായപ്പെടുകയാണ്. അങ്ങനെ വിവാഹത്തിന്റെ കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ അബൂ താലിബ് വിവാഹ നിശ്ചയത്തിനായി മുന്നോട്ട് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹുവും അതിൽ പങ്കെടുത്തായി കാണാൻ സാധിക്കും. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതാവായ ഹുവൈലിദ് മരണപ്പെട്ടതിനാൽ അവരുടെ സഹോദരൻ, അതായത് പിതാവിന്റെ സഹോദരനായ അംർ ബിൻ അസദാണ് വിവാഹം നിശ്ചയിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വിവാഹം നടന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. അപ്പൊ അബൂ താലിബാണ് വിവാഹ ഖുതുബ നടത്തിയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 25 വയസ്സും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സുമായിരുന്നു വിവാഹിതരായപ്പോൾ ഉണ്ടായിരുന്ന പ്രായം. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹ സമ്മാനമായി 500 ദിർഹം മഹറായി സ്വീകരിക്കുകയാണ്. അങ്ങനെ വിവാഹം നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മനസ്സമാധാനമായി തീരുകയാണ്. ആ ഒരു ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 കുട്ടികൾ പിറന്നു. അബ്ദുള്ള, ഖാസിം, സൈനബ്, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പിന്തുണയായിരുന്നു. അതായത് അവരുടെ സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന്റെ പ്രചരണത്തിനായി പിന്നീട് ചെലവഴിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ മരണത്തിന് ശേഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒരിക്കലും മറന്നിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, ഇസ്രായേൽ മക്കളിലെ ഏറ്റവും നല്ല സ്ത്രീയായി മറിയം ബിന്ത് ഇമ്രാനാണ്. അപ്പൊ ഈ എന്റെ ഉമ്മത്തിലെ ഏറ്റവും നല്ല സ്ത്രീ ഖദീജ ബിന്ത് ഹുവൈലിദാണ്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഖദീജ റളിയല്ലാഹു അൻഹ അടുത്ത് വരുമ്പോൾ അവളെ അള്ളാഹുവിന്റെ സമാധാനം അറിയിക്കുക, അവൾക്കായി സ്വർഗത്തിൽ ഒരു മുത്തുകൊണ്ടുള്ള ഒരു കൊട്ടാരം ഒരുക്കിയിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു ശബ്ദവുമില്ല, കഠിന പ്രയാസവുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അറിയിച്ചേക്കുന്നതായി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അപ്പം ആ ഒരു ബന്ധത്തിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 മക്കളുണ്ടായി. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു വിവാഹശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് കിട്ടുന്നതും മറ്റു സംഭവങ്ങളും അതിൽ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പം ഈ ഒരു ക്ലാസ്സുകളെ അടിസ്ഥാനപ്പെടുത്തി ഒരു ക്വിസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് 2-3 ദിവസത്തിനുള്ളിൽ അതിന്റെ ചോദ്യപേപ്പർ പുറത്തു വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പിരിവിന്റെ കാര്യം നമ്മൾ ഇന്ന് കളക്ഷനായിട്ട് പറഞ്ഞായിരുന്നു. അതായത് വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്തിലെ ഉത്തർ ദിനാജ്പൂർ ജില്ലയിൽ ഹുദാനഗർ എന്ന സ്ഥലത്ത് അഹ്ലെ ഹദീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജാമിയത്തുൽ ഇമാം അൽ അൽബാനി എന്ന അറബിക് സ്കൂൾ. അപ്പൊ ഈ സ്കൂളിൽ ഏകദേശം 1700ഓളം കുട്ടികളുണ്ട്. അതിൽ 1500ഓളം കുട്ടികൾ ഹോസ്റ്റലിൽ തന്നെയാണ് താമസിച്ച് പഠിക്കുന്നത്. അപ്പൊ അവരുടെ ഭക്ഷണവും താമസ സൗകര്യത്തിനുള്ള ചെലവുകളും ഒക്കെ വഹിക്കുന്നത് ആ ഒരു കമ്മിറ്റി തന്നെയാണ്. അപ്പൊ ഓരോ വർഷവും ഒരു ഭാരിച്ച സംഖ്യ തന്നെ ചെലവായിട്ട് ആവശ്യമുണ്ട്. അപ്പം റമദാനിലും മറ്റു മാസങ്ങളിലും ഇതുപോലെ നടത്തുന്ന സദഖയാണ് ഏക വരുമാന മാർഗം.
അപ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു തുക, ഒരു വിഹിതം ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഫലസ്തീൻ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഫലസ്തീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك وأشهد أن لا إله إلا أنت أستغفرك وأتوب إليك.